ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടുമായി കർത്താവേ, അങ്ങയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിലേക്കായി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം അങ്ങേ സ്തുതിപ്പാൻ, ഇത്രത്തോളം അങ്ങേ പാടി ആരാധിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടുന്ന കൃപകൾ അങ്ങ് തന്നല്ലോ. നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങേ കൂടാതെ ദൈവമേ അടിയങ്ങൾക്ക് തനിച്ച് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല കർത്താവേ. ഞങ്ങൾക്ക് തരുന്ന ജ്ഞാനത്തിനായി സ്തോത്രം, ബലത്തിനായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം, ഞങ്ങളുടെ സ്നേഹത്തിനായി സ്തോത്രം, ഞങ്ങളുടെ മനസ്സലിവിനായി സ്തോത്രം, ഞങ്ങളുടെ പരിശുദ്ധ രക്തത്തിനായി സ്തോത്രം, ജീവനുള്ള വചനത്തിനായി സ്തോത്രം. ദൈവമേ ഞങ്ങളുടെ കൃപയാൽ ഞങ്ങളെ നിറച്ച് നടത്തുന്നതിനായി സ്തോത്രം, ഞങ്ങളുടെ അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ 2-3 പേർ അങ്ങയുടെ നാമത്തിൽ കൂടുമ്പോഴൊക്കെയും ഞങ്ങളുടെ മധ്യ അങ്ങ് ഉണ്ടെന്ന് കർത്താവെ അങ്ങ് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പരിപൂർണ്ണ ആനന്ദമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ നിത്യമോളം കർത്താവെ ഞങ്ങൾ നടത്താമെന്നുള്ള അങ്ങയുടെ വാഗ്ദത്തത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ, വാഴ്ത്തുന്നപ്പ. യെസ് ലോർഡ്. കർത്താവേ, മനുഷ്യർ ഞങ്ങളെ മറന്നേക്കാം, എന്നാൽ അങ്ങ് ഞങ്ങളെ മറക്കുന്നില്ലല്ലോ. സ്തോത്രം ചെയ്ത് കർത്താവേ. ദൈവമേ മനുഷ്യർ ഞങ്ങളെ വെറുത്തേക്കാം, അന്ന് ഞങ്ങളെ ഒരു നാളും വെറുക്കുകയില്ലല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. മനുഷ്യൻ കർത്താവെ ഞങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, ഞങ്ങളെ ഒരു നാള് തള്ളിക്കളയാതെ അങ്ങയുടെ സ്നേഹമേറിയ മാറോടായി ഞങ്ങളെ ചേർത്തുകൊള്ളുന്നവനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ദൈവമേ അങ്ങയുടെ സന്നിധിയിലായി ഏതെങ്കിലും രീതിയിൽ ദൈവമേ ഞങ്ങൾ അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടായി ക്ഷമിക്കണമേ കർത്താവേ. ഞങ്ങളുടെ അല്പബുദ്ധിയെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ ക്ഷമിക്കണമേ. ദൈവമേ ഞങ്ങളുടെ പാപങ്ങളെയും കറകളെയും കഴുകി ശുദ്ധീകരിച്ച് കർത്താവേ, ഇന്നത്തെ ദിനം കർത്താവേ ഞങ്ങളുടെ ജീവനുള്ള വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ. ദൈവമേ അങ്ങയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും പുതിയ സൃഷ്ടി എന്ന് കർത്താവെ ഞങ്ങൾ വായിക്കുന്നത് പോലെ പഴയതെല്ലാം കർത്താവെ ഞങ്ങൾ തള്ളി മാറ്റി വെച്ചേച്ച് പുതിയതായ കൃപയോടെ, ഒരു പുതിയ ബലത്തോടെ, ഒരു പുതിയ വിശ്വാസത്തോടെ, പുതിയ കർത്താവ് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുവാൻ അടിയങ്ങളെ അങ്ങ് സഹായിക്കണമേ, ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ മുറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകല നിയന്ത്രണവും അങ്ങ് ഏറ്റെടുത്തുകൊള്ളണം. അങ്ങയുടേതായ നാമം മാത്രം മഹത്വം എടുത്തുകൊള്ളണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ 17 വരെയുള്ള വാക്യം. Gospel of Luke chapter 7 verse 11 to 17. We will read it together. വായിക്കാം. പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശു കർത്താവ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഭാഗത്ത് നിങ്ങൾ വായിക്കുന്നെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശതാധിപൻ്റെ ഒരു ജോലിക്കാരൻ സുഖമില്ലാതെ കിടക്കുന്നു, ദീനമായി കിടക്കുന്നു. അവനെ സൗഖ്യപ്പെടുത്തുവാൻ കടന്നു ചെല്ലുമ്പോൾ ശതാധിപൻ പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് അങ്ങ് വരണ്ട, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവൻ എഴുന്നേൽക്കുമെന്ന് അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നു. കർത്താവ് അവൻ്റെ വിശ്വാസത്തെ കണ്ട് അത്ഭുതപ്പെടുന്നു. എന്നാൽ ഈ ജോലിക്കാരെല്ലാം കടന്ന് ശതാധിപൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് സുഖമില്ലാത്തവൻ സൗഖ്യമായിരിക്കുന്നത് കാണുന്നു. അതിനെ തുടർന്ന്
യേശുവും ശിഷ്യന്മാരും ഒരു ജനക്കൂട്ടവും കൂടെ നയീൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു ചെല്ലും. നയീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ ആൻഡ് ലവ്ലി, ഭംഗിയുള്ള, ചന്തമുള്ള, മനോഹരമായ ഒരു സ്ഥലം എന്ന എൻ്റെ അർത്ഥം. എന്നാൽ അവിടെ കടന്നു വരുമ്പോൾ അവർ വേറൊരു ജനക്കൂട്ടത്തെ കാണുന്നു. ഒരു മരിച്ചുപോയ ഒരു മകനെ അടക്കം ചെയ്യുവാൻ തക്കവണ്ണം കൊണ്ടുപോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. യൂതന്മാരുടെ അവരുടെ വിശ്വാസപ്രകാരം, അവരുടെ ജീവിത ശൈലി പ്രകാരം അവർ ഒരു നാളും മരണപ്പെട്ടവരെ അകത്തല്ല പുറത്താണ് അവരെ അടക്കം ചെയ്യുന്നത്. അപ്പോൾ യേശു അവരോട് കടന്നു വരുമ്പോൾ അവർ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. വാതിലിനോട് അടുത്തപ്പോൾ അവരെ കണ്ടുമുട്ടി. ഇവിടെ 2 പുരുഷാരത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പുരുഷാരം യേശുവിനോടുകൂടെ, ഇന്നൊരു പുരുഷാരം ആ മരിച്ച മകനോടുകൂടെ. യേശുവിനോടുകൂടെ നടക്കുന്ന പുരുഷാരത്തിന് പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, അവർക്ക് സമാധാനമുണ്ട്. എന്നാൽ മരിച്ച മകനോടുകൂടി പോകുന്നവർക്ക് പ്രത്യാശയില്ല. they were in hopeless condition, they were in confusion, they were in chaos. അവരിൽ മനസ്സിന് ഉള്ളിൽ അവർ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ടാണ് അവിധവയായ സ്ത്രീയോടുകൂടി, ഭർത്താവ് പോലുമില്ല, ഒരേ ഒറ്റ മകനായിരുന്നു, ഈ മകനായിരുന്നു അവർക്ക് ഏക പ്രതീക്ഷയും അറ്റുപോയി. പ്രതീക്ഷ അറ്റുപോയ സ്ഥാനത്ത് ദൂതനെ സ്വീകരിച്ചോളാം. പ്രതീക്ഷ അറ്റുപോയ സ്ഥാനത്ത് നിങ്ങൾ വിളിക്കാതെ, നിങ്ങൾ അപേക്ഷിക്കാതെ, നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ പക്കലേക്ക് വരുന്ന അപ്രതീക്ഷിതമായ അത്ഭുത കർത്താവ് യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ഈ വർഷത്തിൽ അതുപോലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും കാതോർത്തിരിക്കുമ്പോൾ, കണ്ണ് തുറന്നിരിക്കുമ്പോൾ, ഹൃദയം തുറന്നിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒത്തിരിയധികം സമീപമായി അവൻ കടന്നു വരും. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനെന്ന് പറഞ്ഞ വാക്യം വളരെ യഥാർത്ഥമായി, വളരെ വാസ്തവമായി, വളരെ തുല്യമായി, വളരെ അനുഭവപൂർണമായി നമ്മൾ അനുഭവിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവ് നമ്മളെ തേടി വരുന്ന വർഷം. ഞാനും നിങ്ങളും ഒരുക്കമായിരിക്കുന്നുവെങ്കിൽ ഏതവസ്ഥകളിലും കർത്താവ് നമ്മോട് ഇടപെടുവാൻ അവൻ കടന്നു വരും. പ്രത്യാശ അറ്റിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർ യു ഇൻ ഹോപ്പ്ലെസ് കണ്ടീഷൻ? ജീസസ് ഈസ് കമ്മിങ് ടു യു. നീ വിളിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നിശ്വാസമായിരിക്കാം നിന്നിൽ നിന്ന് പുറപ്പെടുന്നത്, ഒരുപക്ഷെ കണ്ണുനീര് മാത്രമായിരിക്കും ചൊരിയുന്നത്. ഈ പ്രിയ അമ്മയും അതുപോലെ കരഞ്ഞുകൊണ്ട് അവൾ നടന്നുകൊണ്ടിരുന്നു, കണ്ണുനീരോടുകൂടി കടന്നുകൊണ്ടിരുന്നു. കണ്ണുനീരോടുകൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ശരിക്കും കാണാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? എവറിത്തിങ് വിൽ ബി ബ്ലർഡ്, എവറിത്തിങ് വിൽ ബി ബ്ലീക്ക്. കാണുന്നതെല്ലാം വ്യക്തമായിട്ടല്ല കാണുന്നത്, കാണുന്നതൊക്കെയും കൃത്യമായിട്ടല്ല കാണുന്നത്. എന്നാൽ അവളുടെ ഭാവിയും അതുപോലെ ആയിരുന്നു. എൻ്റെ ഭാവി എന്തായിത്തീരും? എൻ്റെ ഭർത്താവ് പോയി, എൻ്റെ ഏക മകനും പോയി എന്നവൾ കരഞ്ഞുകൊണ്ടിരുന്നു. സോ ദ വിസിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇറ്റ് വാസ് എ ഡിവൈൻ ഇൻ്ററപ്ഷൻ. സ്വർഗീയമായ ഇടപെടൽ അവിടെ നടത്തുവാൻ തക്കവണ്ണം അവർ സ്വല്പം സമയം കഴിഞ്ഞിരുന്നെങ്കിൽ അവരാ ഗേറ്റ് കടന്ന് വെളിയിൽ പോയേനെ. സ്വല്പം കഴിഞ്ഞു വന്നിരുന്നെങ്കിൽ അവിടെ കുഴിച്ചു വെച്ച കുഴിയിൽ അവനെ ഇട്ടേച്ച് ആ കുഴി മൂടിപ്പോയേനെ. എന്നാൽ യേശു കർത്താവ് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവളെ കണ്ട് മനസ്സലിഞ്ഞ് കരയേണ്ട എന്ന് പറഞ്ഞു. വീപ്പ് നോട്ട് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി, സഹോദര, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കരയുമ്പോഴൊക്കെയും നിങ്ങൾക്ക് സമീപമായി നിൽക്കുന്ന ഒരുവനുണ്ട്. അദൃശ്യനായ ഒരുവൻ നിങ്ങളുടെ പക്കലുണ്ട്. കണ്ണുകൾ അടച്ചോളൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് സമീപമായി ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
എൻ്റെ മകനും മകളും ഈ കാര്യങ്ങൾക്കായി അവൾ കണ്ണുനീർ ഒഴുക്കുന്നുണ്ടല്ലോ. രാത്രി സമയങ്ങളിൽ അവൻ തലയണ നനയ്ക്കുവോളം അവൾ കണ്ണുനീർ ഒഴുക്കുന്നുണ്ടല്ലോ. അവൾ ആരും അറിയാതെ കരയുന്നുണ്ടല്ലോ. ഹൃദയം നുറുങ്ങി കരയുന്നുണ്ടല്ലോ. കണ്ണിൽ പൊടി വീണത് കൊണ്ടല്ല കണ്ണുനീര് വരുന്നത്, ഹൃദയം നുറുങ്ങുമ്പോൾ വ്യസനത്തിൻ്റെ ആധിക്യത്താൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല. ബാങ്കിൻ്റെ റിപ്പോർട്ടെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്റ്റഡീസ് റിപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല. നമ്മളുടെ ആരോഗ്യ പ്രശ്നം, നമ്മുടെ സാമ്പത്തിക പ്രശ്നം, നമ്മുടെ കുടുംബ പ്രശ്നം, എവിടെ തിരിഞ്ഞാലും പ്രശ്നം. കർത്താവേ, ഇത് എന്ന് തീരും എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ. യേശു കർത്താവ് പറയുന്നു, വീപ് നോട്ട്. നീ കരയരുത് മകനെ, നീ കരയരുത് മകളെ എന്ന് പറയുന്നു. പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് വെറും പൊട്ട വാക്കല്ല. അതിൻ്റെ പുറകെ അവനറിയാം അവൻ എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ അവിടെ കാണുവാൻ സാധിക്കും. യേശു കർത്താവ് പറയുന്നു, ഈ കൂട്ടം ജനങ്ങൾക്ക് അപ്പവും എല്ലാം കൊടുക്കണം, എല്ലാവരും ഇരിക്കാൻ പറയും. അപ്പോൾ ഫിലിപ്പോസ് പറയുന്നു, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം, ഒത്തിരിയും പൈസയൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ യേശു ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവൻ അറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ കരയേണ്ട എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ കരയുന്നതിൻ്റെതായ ആ മൂല കാരണം കൂടി അറിഞ്ഞുകൊണ്ടാണ് അവൻ പറയുന്നത്. ആ കരച്ചിലെ നിർത്തുവാൻ, ആ വേരായ പ്രശ്നത്തെ പിഴുതു മാറ്റുവാൻ ശക്തനായവനാണ് നിങ്ങളോട് പറയുന്നത്. മനുഷ്യനെ പോലെ അല്ല. അവൻ്റെ വാക്കിന് മനസ്സലിവുണ്ട്, അവൻ്റെ വാക്കിന് വല്ലഭത്വമുണ്ട്, അവൻ്റെ വാക്കിലൊരു പ്ലാനും പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞു കരയേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ അങ്ങനെ തിരിച്ചു പോയെന്നാണ് പറഞ്ഞത്. ഇല്ല, അവൻ നടന്നു ചെന്ന് മഞ്ചത്തിൽ തൊട്ടു. എന്നോടും നിങ്ങളോടും അവൻ വാഗ്ദത്തം ചെയ്തെങ്കിൽ അവൻ നിവർത്തിക്കുവോളം അവൻ പ്രവർത്തിക്കും. എല്ലാവരും പറയാമോ? നിവർത്തിക്കുവോളം പ്രവർത്തിക്കും. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കുവോളം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ യാക്കോബിനോട് കർത്താവ് ഒരു വാഗ്ദത്തം പറയുന്നുണ്ട്. എന്താണോ വാഗ്ദത്തം? ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ ഞാൻ കാത്തുകൊള്ളും, നിനക്ക് ഞാൻ അരുളി ചെയ്തതൊക്കെയും പ്രവർത്തിക്കും. சொன்னதை செய்யுமளவும் கைவிடவே மாட்டேன். நான் சொன்னதை செய்யுமளவும் கைவிடவே மாட்டேன். அருளி ചെയ്തതൊക്കെയും കൈവിടാതെ ചെയ്യും. എല്ലാവർക്കും പറയാമോ? അരുളി ചെയ്തതൊക്കെയും കൈവിടാതെ ചെയ്യും. ഹല്ലേലൂയ. അരുളി ചെയ്തവൻ ആരാ പ്രിയപ്പെട്ടവരെ? ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ. അരുളി ചെയ്തത് ആരാ? നമ്മെ സൃഷ്ടിച്ചവൻ. അരുളി ചെയ്തത് ആരാ? നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയുന്നവൻ. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുവിൻ. യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയുന്നവൻ, ചിന്തകളെ അറിയുന്നവൻ, നിങ്ങളുടെ പ്ലാനിനെയും പദ്ധതിയും അറിയുന്നവൻ. നിങ്ങൾ വാക്ക് ഉരുവിടുന്നതിന് മുന്നമേ നിങ്ങളുടെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ അവൻ അറിയുന്നവനായിരിക്കുന്നു. അവനാവും പറയുന്നത് കരയേണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി നിന്നോ? ഇല്ല, അവൻ നീങ്ങിപ്പോയി ആ മഞ്ചത്തിൽ തൊട്ടു. നിങ്ങളെ ആരാണോ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ശത്രുവായിരിക്കാം, നിങ്ങളുടെ അടിമത്ത സ്വഭാവമായിരിക്കാം, നിങ്ങളുടെ കൂട്ടുകെട്ടായിരിക്കാം, തെറ്റായ കൂട്ടുകെട്ടായിരിക്കാം, തെറ്റായ ശീലങ്ങളായിരിക്കാം, തെറ്റായ വിശ്വാസമായിരിക്കാം, അതിൽ ഇന്ന് കർത്താവ് തൊട്ടുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ആമേൻ എന്ന് പറഞ്ഞുകൊള്ളുവിൻ. അവൻ തൊട്ടാൽ അത്ഭുതം അവിടെ നടക്കും. അവൻ തൊട്ടാൽ അവിടെ നിൽക്കും. അവൻ തൊട്ടാൽ അവിടെ തീർച്ചയായും ഒരു പുതിയ ക്രിയ അവിടെ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, അവൻ ആ മഞ്ചത്തെ തൊട്ടു.
അത് ചുമന്നുകൊണ്ടുപോയവർ നിന്നു. പ്രിയപ്പെട്ടവരെ, അവൻ മഞ്ചത്തെ പിടിച്ചു നിർത്തിയെന്നല്ല, അവൻ തൊട്ടതേയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒരു സ്പർശനം മതി പ്രിയപ്പെട്ടവരെ. അവൻ്റെ ഒരു തൊടുതൽ മതി, അവൻ്റെ ഒരു വിരൽ മതി. ഹല്ലേലൂയ. അവൻ തൊട്ടപ്പോൾ മഞ്ചത്തെ ചുമന്നുകൊണ്ടുപോയവർ നിന്നു. എന്തുകൊണ്ട് അവർ നിന്നു? അവൻ വല്ലതും പറഞ്ഞോ? ഇല്ല. അവർ പിടിച്ചു നിർത്തിയോ? ബലം പ്രയോഗിച്ചോ? ഇല്ല. അവൻ്റെ സ്പർശനത്തിൽ വല്ലഭത്വമുണ്ട്, അവൻ്റെ സ്പർശനത്തിൽ അതോറിറ്റിയുണ്ട്, അവൻ്റെ സ്പർശനത്തിൽ പവറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ചുകൊള്ളുവിൻ. പ്രാർത്ഥനയോടുകൂടി ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ നിങ്ങളുടെ ശിരസിൽ ആരോ സ്പർശിക്കുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ഏതോ ഒരു തണുത്ത ഒരു ഫ്ലൂയിഡ് ഒഴുകുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കും. ഒരു ചൂടായ ഇലക്ട്രിസിറ്റി നിങ്ങളിൽ കൂടെ പാസ് ചെയ്യുന്ന പോലെ നിങ്ങൾ അനുഭവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളത് അനുഭവിപ്പാൻ ഈ വർഷം നിങ്ങൾക്ക് കൃപ തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, നിങ്ങൾ കാത്തിരിക്കേണ്ടത് കർത്താവിന് വേണ്ടി. നിങ്ങൾ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, ഞാനും നിങ്ങളും കാത്തിരിക്കേണ്ടത് കർത്താവിന് വേണ്ടി. നമ്മുടെ പ്രശ്നത്തിൻ്റെ വിടുതലിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ല, നമ്മൾ കാത്തിരിക്കേണ്ടത് കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കേണ്ടത് വിടുതലിനല്ല, കർത്താവേ അങ്ങ് മഹത്വമുള്ളവനെന്ന് അവനെ ഉയർത്തുവാൻ വേണ്ടി. ഹല്ലേലൂയ. അവൻ തൊട്ടു, അവർ നിന്നു. നിന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആരും ശവമഞ്ചത്തെ തൊട്ടു കഴിഞ്ഞാൽ അവരെല്ലാം അശുദ്ധരായ എന്നാണ് അന്നത്തെ കാലത്ത് അവരുടെ എല്ലാവിധമായ സിസ്റ്റം. ഇതാരാ നമ്മളെ കൂടാതെ ഒരുത്തൻ അശുദ്ധനാവാൻ വേണ്ടി കടന്നു വരുന്നത്? ഞാനും നിങ്ങളും പാപികളായിരിക്കെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പാപങ്ങളെ ഏറ്റെടുത്തവൻ, പാപത്തിൻ്റെ ശിക്ഷകളെ ഏറ്റെടുത്തവൻ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തം ചിന്തിയവൻ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് പറയുന്നു, എൻ്റെ മുഖത്തേക്ക് നോക്കിയവരെല്ലാവരും പ്രകാശിതരാകും. എൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും തന്നെ ലജ്ജിതരാവുകയില്ല. No one will be put to shame who looks unto me. ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ. അവരിതുപോലെ ചിന്തിച്ചിട്ടില്ല. ആ ചുമന്നുകൊണ്ടുപോയവർ ആരും ഒരിക്കലും ഇതുപോലെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല. It was unthinkable for them. It was unconventional what was happening. സാധാരണ രീതിയിൽ നടക്കുന്നതല്ല നടന്നത്. അവൻ തൊട്ടു, അവരെല്ലാവരും നിന്നു. ആ സമയത്ത് നിന്നപ്പോൾ പ്രൊസഷൻ നിന്നിരിക്കുക. നിൽക്കാനുള്ള വേറൊരു കാരണം, പ്രിയപ്പെട്ടവരെ, കൂടെ നടന്ന എല്ലാ പുരുഷാരവും എന്തുകൊണ്ടാണ് നിന്നത്, എന്തു പറ്റി എന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. എല്ലാവരുടെയും നോട്ടം ആരുടെ നേർക്കാണ് പ്രിയപ്പെട്ടവരെ? യേശുവിൻ്റെ നേർക്ക്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്റ്റില്ലായി നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും ഇനി ഒരു പടി കൂടി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പ്രോഗ്രഷൻ സ്റ്റോപ്പായി നിൽക്കുന്നുണ്ടോ? ഉയർച്ച സ്റ്റോപ്പായി നിൽക്കുന്നുണ്ടോ? ആരോഗ്യം നിങ്ങളുടെ ഇതിന് മുമ്പിൽ എന്തായി തീരുമെന്ന് അറിയാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടോ? ഞാൻ ജ്ഞാനത്തിൽ കുറവുള്ളവനാണ് കർത്താവേ, എന്തായി വിഡിത്തത്തോടുകൂടി ഞാൻ കാര്യങ്ങളെ ചെയ്ത് എന്തായി തീരുമെന്ന് നിങ്ങൾ നിൽക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൾ യേശുവിലേക്ക് തിരിയട്ടെ പ്രിയപ്പെട്ടവരെ. അവനൊരു അത്ഭുതം ചെയ്യും, അവനൊരു അതിശയം ചെയ്യും. അവൻ ഇതുനാൾ വരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തത്, ഇതുവരെ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തത്, ചിന്തിച്ചിട്ടില്ലാത്തത് കാര്യം നിങ്ങൾ ഇന്ന് കാണുവാൻ പോവുകയാണ്. എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ കണ്ണുകളെല്ലാം ഉയർത്തിങ്കിലേക്ക് ഉയരുമ്പോൾ, നമ്മുടെ കണ്ണുകളെല്ലാം യേശുവിലേക്ക് ഉയരുമ്പോൾ, നമ്മുടെ ഹൃദയമെല്ലാം കർത്താവേ ഇതാ ഞങ്ങൾ കർത്താവേ, ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ തുറന്നിരുന്നു കർത്താവേ, അങ്ങ് കഴുകണമേ,
അങ്ങ് ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ കൃപ നിറഞ്ഞ വിശ്വാസത്താൽ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിതമാകും, നമ്മുടെ ഭാവി ശോഭനമാകും, നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാകും, നമ്മുടെ കുഞ്ഞുങ്ങൾ ആശീർവദിക്കപ്പെടും, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇറ്റ് വിൽ ബി പ്രോസ്പെറസ്, യു വിൽ ബി സക്സസ്ഫുൾ, and your children will do great and mighty things in their studies. Hallelujah. എല്ലാവരും അവനെ നോക്കിയപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ വന്നിരിക്കുന്ന വ്യക്തി ഒരു വിശേഷിച്ച ഒരു വ്യക്തിയാണ്, ഒരു പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൻ, യേശു കർത്താവ് പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു എന്ന് അവനോട് പറഞ്ഞു. മറ്റുള്ളവരോട് അവനെ എണീപ്പിച്ചിരുത്താനല്ല പറഞ്ഞത്. മരിച്ചവൻ്റെ അടുക്ക് യേശു കർത്താവ് പറയുന്നു, ബാല്യക്കാരാ നീ എഴുന്നേൽക്ക. ആ വാക്ക് കേട്ട പാടെ അവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിച്ച് തുടങ്ങി. യേശു കർത്താവ് ആ മകനെ അമ്മയുടെ അടുക്കിലേക്ക് ഏൽപ്പിച്ചു. ഇപ്പം ചോദ്യം, മരിച്ചു കിടന്നവനായ ഈ ബാല്യക്കാരൻ എങ്ങനെ യേശുവിൻ്റെ ശബ്ദം കേട്ടു? നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്ന എങ്ങനെയാ? എല്ലാം സൈലൻ്റ് ആയിട്ട് ഇരുന്നോട്ടാണോ? ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ കൂടെ വന്ന ആരൻ മോനോടും അബിഗൽ മോളോടും ഞാൻ ചോദിച്ചു ഈ ചോദ്യം. അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് നടക്കും. ഞാൻ പറഞ്ഞു, സെൻസസ് ഇല്ലാതെ എങ്ങനെ വിശ്വാസം ഉണ്ടാവുമോ പ്രിയപ്പെട്ടവരെ? You hear and hear the word of God and your faith will increase എന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മുടെ ഹിയറിംഗ് ഇല്ലല്ലോ. എനിക്കെല്ലാം ഉത്തരം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പം ആരൻ മോൻ എന്നോട് പറഞ്ഞു, ജീസസ് ഈസ് ഗോഡ്. യെസ്, യേശു കർത്താവ് ദൈവമെന്ന് നമുക്കറിയാം, അന്യജാതിക്കാർക്ക് അറിയത്തില്ലല്ലോ. അവരോട് എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും? Hebrews chapter 4 verse 12. അവൻ്റെ വചനം, ഹിസ് വേർഡ് ഈസ് ലിവിങ് ആൻഡ് പവർഫുൾ. എല്ലാവരും പറയാമോ? ലിവിങ് ആൻഡ് പവർഫുൾ. ഹല്ലേലൂയ. അവൻ്റെ വചനം തീർച്ചയായും നമ്മൾ ചിന്തിക്കുന്നതിലും അത്യന്തപരമായി വല്ലഭത്വം നിറഞ്ഞതാ പ്രിയപ്പെട്ടവരെ. ജീവനുള്ളത്. എല്ലാവരും പറയാമോ? ജീവനുള്ളത്. ഇറ്റ് ഈസ് എ ലിവിങ് വേർഡ്. ഇറ്റ്സ് നോട്ട് എ ഡോർമെന്റ് വേർഡ്, ഇറ്റ്സ് നോട്ട് എ ഡെഡ് വേർഡ്, ഇറ്റ്സ് എ ലിവിങ് വേർഡ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ, ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് അവൻ വചനത്തെ അയച്ചപ്പോൾ അതുപോലെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? അതുപോലെ ചെയ്യുവാൻ സാധ്യമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കത്തില്ലേ പ്രിയപ്പെട്ടവരെ? തീർച്ചയായും സാധിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ 6:63. അവൻ്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. എല്ലാവരും പറയാവോ? ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 5:25. When the dead people hear the voice of Son of God, they will all rise up. പുത്രൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചിരുന്നവരെല്ലാം എഴുന്നേറ്റ് ജീവിച്ചിരിക്കും. അതിൻ്റെ നാഴിക വരുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവൻ അയക്കുന്ന വചനം അതിൻ്റെ ദൗത്യം നിർവഹിക്കാതെ അത് തിരിച്ച് വരികയില്ല. The word that I send forth, it will accomplish it and it will not return void എന്ന് അവിടെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശു കർത്താവ് സംസാരിച്ചത് ഒരു മരണപ്പെട്ട ഒരു വ്യക്തിയോടാണ്. എന്നാൽ ആ വചനത്തിന് ക്രിയേറ്റ് ചെയ്യുവാൻ, ഇഫക്റ്റീവായിട്ടിരിക്കുവാൻ there was power and authority in it. അതുകൊണ്ട് അവൻ്റെ സെൻസസ് എല്ലാം റീഇഗ്നൈറ്റായി. അവൻ്റെ സെൻസസ് എല്ലാം പോയി കിടക്കുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം ചെന്നപ്പോൾ അവൻ്റെ ഹിയറിംഗ് തിരിച്ചു വന്നു, അവൻ്റെ സൈറ്റ് തിരിച്ചു വന്നു, അവൻ ഇരുന്ന് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് നിങ്ങൾ സംസാരിച്ച് നോക്കുവിൻ. യു വിൽ ബി ടോക്കിംഗ് ഇറെലവൻറ്റ് ടോക്ക്.
ഉറക്കത്തിൽ നിന്ന് ഉറക്കപ്പിച്ചു പോലെ എന്തെങ്കിലുമൊക്കെ പറയും. എന്നാൽ ഈ വ്യക്തി യേശു പറഞ്ഞ് എണീറ്റ് ഇരുന്നപ്പോൾ അവൻ വളരെ സ്പഷ്ടമായി അവിടെ സംസാരിച്ചു. അവൻ പിറുപിറുത്തുന്നല്ല, മുറുമുറുത്തുന്നല്ല, ഏതാണ്ട് പിച്ചും പേയും പറഞ്ഞെന്നല്ല, അവൻ സംസാരിച്ച് തുടങ്ങി. വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്ന് പറഞ്ഞാൽ എന്നിലും നിങ്ങളിലുമായിരിക്കുന്ന ഉറക്കത്തിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ പറയും, ഞാൻ ഉറങ്ങുന്നെങ്കിൽ ഞാൻ എണീക്കുമല്ലോ. ആ ഉറക്കത്തെ അല്ല പറയുന്നത് പ്രിയപ്പെട്ടവരെ. വി ഓൾ ഹാവ് എ സ്പിരിച്വൽ സ്ലീപ്പ്. നമ്മൾ ആത്മീയമായി പല സ്ഥാനങ്ങളിൽ നമ്മൾ മരിച്ചവരായിരിക്കുന്നു, ഉറങ്ങുന്നവരായിരിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ ഉയർപ്പാൻ തക്കവണ്ണം, ഉറക്കത്തിൽ നിന്ന് എണീപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കണം. എഫേസ്യർ 5-ാം വാക്യം അങ്ങനെ പറയുന്നു. എഫേസ്യർ 5:14 നമുക്ക് വായിക്കാം. താങ്ക് യു ലോർഡ്. വായിക്കാമോ? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എഫേസ്യർ 5:14 അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഹല്ലേലൂയ. റോമർ 13-ാം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പം ഞാനും നിങ്ങളും ഈ ആത്മീയ ഉറക്കത്തിൽ നിന്ന് എണീക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യേശയ്യാവിൻ്റെ പുസ്തകം 60-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ വായിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ എണീക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എണീക്കേണ്ടതെന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. 60-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ഇവിടെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നത് അറൈസ് ആൻഡ് ഷൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ കണ്ണാടിയിലോട്ട് നോക്കുമ്പം ഈ കണ്ണാടി തിളങ്ങുന്നുണ്ട് അല്ലേ? ഈ കണ്ണാടിയിൽ വല്ല വെളിച്ചമുണ്ടോ? ഇല്ല. ഈ മുകളിലുള്ള വെളിച്ചത്തിൻ്റെ റിഫ്ലക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ what God is expecting you and I to shine is not with our own light but from Him. The light is Jesus Christ. യേശു കർത്താവാണ് വെളിച്ചം. ചന്ദ്രൻ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ചന്ദ്രൻ, ഇല്ലേ? ദ മൂൺ റിഫ്ലക്ട്സ് ദ ലൈറ്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത് പോലെ you and I are children of light. We are called to shine for His glory. Hallelujah. ഇതെങ്ങനെ സാധിക്കും പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും we have to plug ourselves to the source. എന്ന് വെച്ച് കഴിഞ്ഞാൽ we have to connect ourselves to the source. ആരാണ് സോഴ്സ് പ്രിയപ്പെട്ടവരെ? യേശു കർത്താവ് മാത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, John chapter 15 verse 5, അവിടെ പറയുന്നു, I am the vine, you are the branches. If you abide in me, you will bear fruit എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് തനിച്ച് ഫലം കൊടുക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ കർത്താവിനോടുകൂടി ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ, പറ്റിച്ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നമ്മൾ ഫലം കൊടുക്കുന്നവരായി തീരും. രണ്ടാമത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആൻഡ് ഐ ഷുഡ് മാനിഫെസ്റ്റ് ഗുഡ് വർക്ക്സ് ഇൻ അവർ ലൈഫ്. നമ്മൾ സൽപ്രവൃത്തികളെ നമ്മൾ ചെയ്യണം, എന്നാലേ നമ്മൾ പ്രകാശിക്കുവാൻ സാധിക്കുള്ളൂ. എങ്ങനെ സൽപ്രവൃത്തികൾ ചെയ്യേണ്ടത്?
എഫേസ്യർ 2:10 യു ആൻഡ് ഐ ആർ ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ഫോർ ഗുഡ് വർക്ക്സ്. ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാ സൽപ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ്. മത്തായിയുടെ സുവിശേഷം 5:16 ആരെങ്കിലും വായിക്കാം? മത്തായിയുടെ സുവിശേഷം 5:16. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഓൺലി മാനിഫെസ്റ്റ് ഗുഡ് വർക്ക്സ്, അറ്റ് ദ സെയിം ടൈം യു വിൽ ബി എ വിറ്റ്നസ് ആസ് വെൽ. സാക്ഷിയായി ഞാനും നിങ്ങളും ജീവിക്കുവാൻ സാധിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? യെശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം അത് പറയുന്നുണ്ട്, എന്നെയും നിങ്ങളെയും സാക്ഷിയായി അവൻ്റെ മക്കളായി അവൻ സ്വീകരിച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയുമോ? അവനെക്കുറിച്ച് അറിയുവാൻ, അവനെക്കുറിച്ച് ഗ്രഹിപ്പാൻ തക്കവണ്ണം അങ്ങനെ ആയിരിക്കുന്നു. യു ആൻഡ് ഐ ആർ കോൾഡ് ടു ബി ഹിസ് വിറ്റ്നസ് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ സാക്ഷികളായി ഞാനും നിങ്ങളും ജീവിക്കണമെങ്കിൽ നമ്മൾ ഉറക്കത്തിൻ്റെ സ്ഥിതികളിൽ നിന്ന്, തളർച്ചയുടെ സ്ഥിതികളിൽ നിന്ന്, ക്ഷീണത്തിൻ്റെ സ്ഥിതികളിൽ നിന്ന്, നമ്മൾ നിദ്രയുടെ സ്ഥിതികളിൽ നിന്ന്, നമ്മൾ മരണത്തിൻ്റെ സ്ഥിതികളിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. അതിനെന്ത് വേണം പ്രിയപ്പെട്ടവരെ? യേശു കർത്താവിൻ്റെ വചനം എന്നിലും നിങ്ങളിലും വേണം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവനെ എണീപ്പിച്ചു, ഇരുന്ന് സംസാരിച്ചു. എന്ത് സംസാരിച്ചെന്ന് പറയുന്നില്ല. ഒരു പക്ഷേ ഇതായിരിക്കും അവൻ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? എനിക്ക് ജീവൻ തന്ന കർത്താവിന് സ്തോത്രം. നമ്മൾ രാവിലെ എണീറ്റത് എന്തോ ആദ്യം പറയുന്നത് പ്രിയപ്പെട്ടവർ? ഒന്ന് പറയാമോ ആരെങ്കിലും? എന്തോ പറയുന്നേ? ആർക്കും ഒന്നും പറയുന്നില്ല, പറയാനില്ല. ഹല്ലേലൂയ. എന്തിയെ എൻ്റെ കാപ്പി, എന്തിയെ എൻ്റെ ചായ? എൻ്റെ മോളാണ് ചോദിക്കുന്നത്, രാവിലെ യൂണിവേഴ്സിറ്റി കൊണ്ടുപോകാൻ എന്താണ് ഉണ്ടാക്കുന്നത്? This is the day that the Lord has made, that the Lord has made. We will rejoice and be glad in it, and be glad in it. For this is the day that the Lord has made. We will rejoice and be glad in it. This is the day that the Lord has made. I'm so glad Jesus set me free. I'm so glad Jesus set me free. I'm so glad Jesus set me free. Sing glory hallelujah, Jesus set me free. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. I'm so glad Jesus set me free. I'm so glad Jesus set me free. I'm so glad Jesus set me free. Sing glory hallelujah, Jesus set me free. What a mighty God we serve. What a mighty God we serve. Angels bow before him, heaven and earth adore him. What a mighty God we serve. Hallelujah. ഞാനും നിങ്ങളും എണീക്കുമ്പോൾ, കർത്താവേ ഇന്ന് തന്ന ദിവസത്തിനായി നന്ദി കർത്താവേ. ജീവനോടുകൂടി ഞങ്ങളുടെ സന്നിധിയിൽ ഇരിപ്പാൻ എന്നെ സഹായിച്ചല്ലോ, സ്തോത്രം. അങ്ങ് തന്ന ആരോഗ്യത്തോടെ എണീപ്പാൻ കൃപ തന്നല്ലോ. ദൈവമേ, കണ്ണു തുറന്ന് കാണുവാൻ കൃപ തന്നല്ലോ, ചെവി കേൾക്കാനുള്ള കൃപ തന്നല്ലോ, എണീറ്റ് നിൽപ്പാൻ എനിക്ക് ആരോഗ്യം തന്നല്ലോ, പ്രവർത്തിപ്പാൻ എനിക്ക് ശക്തി തന്നല്ലോ, ചിന്തിപ്പാൻ എനിക്ക് ബുദ്ധി തന്നല്ലോ, കഴിപ്പാൻ എനിക്ക് വേണ്ടുന്ന ആവശ്യമുള്ള വിശപ്പ് തന്നല്ലോ. ദൈവമേ, കഴിപ്പാനും കുടിപ്പാനും ആഹാരം തന്നിരിക്കുന്നല്ലോ. എന്നെ കരുതുവാനും പരിപാലിപ്പാനും സ്നേഹിപ്പാൻ അനേക പ്രിയപ്പെട്ടവരെ തന്നിരിക്കുന്നല്ലോ. എനിക്കായി പ്രാർത്ഥിപ്പാൻ ഇടവിൽ നിൽക്കാൻ അനേക ദൈവദാസന്മാരെ, കൂട്ടു സഹോദരന്മാരെ തന്നിരിക്കുന്നല്ലോ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഓരോ ദിനവും നമുക്ക് പുതിയതായി തന്ന ഒരു ഗിഫ്റ്റാ പ്രിയപ്പെട്ടവർ. ഇറ്റ് ഈസ് എ പ്രസന്റ്. ദിസ് ഡേ ഈസ് എ പ്രസന്റ് ഡേ. ഹല്ലേലൂയ. ഓരോ ദിനത്തിനായി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം പ്രിയപ്പെട്ടവർ. ഓരോ ദിനത്തിനായി നമ്മൾ ആരാധിക്കണം. ഓരോ ദിനത്തിനായി നമ്മൾ നന്ദി കരയറ്റണം. ഈ മകൻ എണീറ്റിരുന്ന് സംസാരിച്ചു.
ഹല്ലേലൂയ. മരിച്ചവൻ എണീറ്റിരുന്ന് സംസാരിച്ചു. ഞാനും നിങ്ങളും ആത്മീയമായി ഉറക്കത്തിലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും എഴുന്നേറ്റ് പ്രകാശിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ. Calling you to rise and shine for his glory. Hallelujah. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ അമ്മയെന്ന് പറയുന്നത് സഭയെ കുറിക്കുന്നതാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുന്നവരൊക്കെയും സഭയിൽ കൂടി വന്ന് ഒരു മനസ്സോടുകൂടി ഐക്യതയോടുകൂടി ഒരൊറ്റ കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ. അവിടെ അത്ഭുതം നടക്കും. അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നത് പോലെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു, പ്രാർത്ഥിച്ചു, ഐക്യതയോടുകൂടി പ്രാർത്ഥിച്ചു. അവരുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോരുത്തരിലും തനിത്തനിയായി ഉണ്ടായി. ഇപ്പോഴും കണ്ണുകളെ അടച്ചവണ്ണമായി കരങ്ങളെ ഉയർത്തി, കർത്താവേ ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് തനിച്ചൊന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ വചനത്തെ അയച്ച് ഞങ്ങളുടെ കർത്താവെ നിർഫലമായ അവസ്ഥകളിൽ, ദൈവമേ നിർമൂല്യമായ അവസ്ഥകളിൽ, ദൈവമേ ചത്തുപോയ അവസ്ഥകളിൽ, മുടിഞ്ഞുപോയെന്ന് ചിന്തിച്ച അവസ്ഥകളിൽ, ദൈവമേ എല്ലാം തീർന്നുപോയെന്നുള്ള അവസ്ഥകളെ മാറ്റുവാൻ അങ്ങ് ഞങ്ങളുടെ നേർക്ക് അങ്ങയുടെ ജീവനുള്ള വചനത്തെ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. Hallelujah. We speak your living word into our dead condition, oh Jesus. Hallelujah. ഞങ്ങളുടെ ശരീരം ബലമടയട്ടെ കർത്താവേ. ഞങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യമുണ്ടാകട്ടെ, ഞങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകട്ടെ, ഞങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാകട്ടെ, ഞങ്ങളുടെ ജോലിയിൽ ഒരു കർത്താവേ ഉയർച്ച ഉണ്ടാകട്ടെ. ഞങ്ങളുടെ സഭയുടെ പ്രവൃത്തികളിൽ അത്ഭുത ഫലങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. അനേക ആത്മാക്കൾ കടന്നു വരട്ടെ, രക്ഷിക്കപ്പെടട്ടെ, ആത്മാഭിഷേകം പ്രാപിക്കട്ടെ കർത്താവേ. ആത്മാവരങ്ങളാൽ നിറഞ്ഞ് ഞങ്ങൾ ജ്വലിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ കർത്താവേ. ദൈവമേ, ഞങ്ങൾ എന്നും കുന്നും വരുന്നു കർത്താവേ. ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഒത്തിരിയധികം വചനം കേൾക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. സ്തോത്രം എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും എഴുന്നേറ്റ് പ്രകാശിക്കണം. ഞാനും നിങ്ങളും എഴുന്നേറ്റ് പ്രകാശിക്കണം. ഞാനും നിങ്ങളും എഴുന്നേറ്റ് പ്രകാശിക്കണം. ഞാനും നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഈ ലോകമെങ്ങും കാണുവാൻ, നമ്മളിലൂടെ യേശുവിനെ കാണുവാൻ, നമ്മളിലൂടെ ദൈവപ്രവൃത്തി കാണുവാൻ, നമ്മുടെ കുടുംബങ്ങളിലൂടെ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഏൽപ്പിച്ചു കൊടുക്കാമോ? കരങ്ങളെ ഉയർത്തിയ വണ്ണമായി കർത്താവേ, വീണ്ടുമായി ഞങ്ങൾ നന്ദി നിറഞ്ഞത്തോടെ അവരുടെ സന്നിധിയിലേക്കായി കടന്നു വരുന്നു. ഈ പുതിയ വർഷത്തിൻ്റെ 2ാമത്തെ ഞായറാഴ്ച ഞങ്ങൾ ഒരു മനസ്സോടുകൂടി ഐക്യതയോടുകൂടി അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ കാത്തിരുന്നപ്പാ. അങ്ങ് ഞങ്ങളോടായി സംസാരിച്ചല്ലോ. അങ്ങയുടെ അഭിഷേകത്തിനായി കർത്താവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ കർത്താവേ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ എഴുന്നേറ്റ് പ്രകാശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങടേതായ കർത്താവേ മഹത്വം ഞങ്ങളുടെ മേൽ ഉദിക്കട്ടെ. അങ്ങടേതായ വെളിച്ചം ഞങ്ങളിൽ പകരപ്പെടട്ടെ. ഞങ്ങൾക്ക് കർത്താവ് വ്യക്തമായി കാണുവാൻ, വ്യക്തമായി മനസ്സിലാക്കുവാൻ, വ്യക്തമായി വിശ്വസിപ്പാൻ, അങ്ങ് എന്ത് തന്നെ പറഞ്ഞാലും അതിനനുസൃതമായി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ബുദ്ധിയോട് അല്ല കർത്താവേ, ഈ ലോകത്തിൻ്റെ ബുദ്ധിയിലല്ല. ഞങ്ങൾ കുറയുകയും അങ്ങ് വർദ്ധിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളിലായിരിക്കുന്ന ഈ ലോകപരമായ കാര്യങ്ങൾ കുറയട്ടെ കർത്താവേ, അറ്റുപോകട്ടെ കർത്താവേ, ഇല്ലാതാകട്ടെ കർത്താവേ. അങ്ങ് നിറയണമേ. ലെറ്റ് 100% ഓഫ് യുവേഴ്സ്, ഓ ലോർഡ്, ടേക്ക് ഓവർ അവർ ലൈഫ് ഇൻ ജീസസ് നെയിം ഓഫ് ഫാദർ. ദൈവമേ, മുറ്റുമായ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ ചിന്തിക്കുന്നതിലും അത്യന്തപരമായി എല്ലാ കൃപകളാലും ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം, ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കും. ദൈവികമായ സൗഖ്യം, ദൈവികമായ വിടുതൽ, ദൈവികമായ കർത്താവെ അത്ഭുതം അടയാളം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുദിനം ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങനെ പുനരുനാമം മഹത്വം എടുത്തുകൊള്ളട്ടെ. യേശുവിൻ്റെ നാമത്തിലായി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. സ്തോത്രം.